അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയുകയാണ്, വടകരക്കാർക്ക് ഇപ്രാവശ്യം ഒരു തെറ്റും തെറ്റിയിട്ടില്ല. വടകരയുടെ നല്ലവരായ മുത്തുമണികൾ സെലക്ട് ചെയ്ത ഷാഫി പറമ്പിൽ അവർക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. നോക്കുക, ഇന്ന് നരേന്ദ്രമോദിയെ വിറപ്പിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ ഒരു പ്രസംഗം കൂടി പ്രസംഗിക്കുകയാണ്. Sir, I must say, it continues in Manipur also. Sir, A for Austria, B for Bhutan, Brazil and Brunei, D for Denmark, E for Egypt, F for France, G for Germany, Greece, Guyana, I for Indonesia, Italy, J for Japan, K for Kuwait, L for Laos, N for Nepal, Nigeria, P for Papua New Guinea, Poland, Q for Qatar, R for Russia, S for Singapore, South Africa. Sir, U for Ukraine, United Arab Emirates twice, United Kingdom, Uzbekistan and United States of America multiple times. Our Prime Minister went for 38 trips abroad and not one moment in Manipur he didn't visit, sir. He didn't find time to visit Manipur. M for Mauritius was there, but he couldn't. To Minister, one second. No, 1 second. നോക്കുക, സ്പീക്കർ പറയുകയാണ്, നിർത്തിക്കോ ഷാഫി, നിർത്തിക്കോ, നീ പറയുന്നത് കേൾക്കാനുള്ള ചങ്കൂറ്റം എനിക്കില്ല. നോക്കുക, നരേന്ദ്രമോദിയെ വിറപ്പിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അതായത്, മിസ്റ്റർ നരേന്ദ്രമോദി, നിങ്ങൾ ലോകം മൊത്തത്തിൽ ചുറ്റുകയാണല്ലോ. അതായത്, നിങ്ങൾ ദുബായിലേക്ക് പോകുന്നുണ്ട്, ഓസ്ട്രേലിയയിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് മിസ്റ്റർ നരേന്ദ്രമോദി നിങ്ങൾ മണിപ്പൂരിലേക്ക് പോകുന്നില്ല? നമുക്കൊക്കെ അറിയാമല്ലോ മണിപ്പൂരിൽ നടക്കുന്ന എത്ര ക്രൂരമായിട്ടുള്ള വാർത്തയാണ്. ഇന്നടക്കം വരികയാണ്, മണിപ്പൂരിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു, ഇങ്ങനെയൊക്കെ വരുന്ന വാർത്തയാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നരേന്ദ്രമോദി ഒരു പ്രാവശ്യം മണിപ്പൂരിൽ പോയി അവിടുത്തെ പ്രശ്നം എന്താണ് അത് പരിഹരിക്കുന്നില്ല? നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ നരേന്ദ്രമോദി അവിടെ പോയി കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം സോൾവ് ചെയ്യാം. പ്രധാനമന്ത്രിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ലോകം ചുറ്റുന്ന മോദി നിങ്ങൾ എന്തുകൊണ്ട് മണിപ്പൂരിലേക്ക് പോകുന്നില്ല എന്നാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത്. നോക്കുക, ഷാഫി പറമ്പിൽ ചോദിക്കുമ്പോൾ സ്പീക്കറിന് ഉറപ്പാണ് കൂടുതലായി സംസാരിക്കാൻ വിട്ടാൽ പണി കിട്ടും. അപ്പോൾ പറയുകയാണ് നിർത്തണം. ഷാഫി പറമ്പിൽ നിർത്തേണ്ടി വരുന്നുണ്ട്, കാരണം സ്പീക്കറാണ് പറയുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, വടകരയുടെ ജനങ്ങൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്ത ഒരു നല്ലൊരു പോരാളിയാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങളോട്, ഇനി വരുന്ന ഇലക്ഷനിൽ നമ്മൾ CPM, അതുപോലെ UDF, LDF, BJP ഇങ്ങനെ ഒന്നും നോക്കാൻ പാടില്ല. ഏത് പാർട്ടിയിലാണോ ചങ്കൂറ്റമുള്ള സ്ഥാനാർത്ഥി ഉള്ളത് അവർക്കാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഷാഫി പറമ്പിലിനെ പോലെ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ആളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അവൻ ഏത് പാർട്ടിയിലും ആയിക്കൊള്ളട്ടെ, നല്ലൊരു ഭരണമാണ് നമുക്ക് വേണ്ടത്. പാർട്ടി നോക്കിപ്പോയാൽ നമ്മൾ കുണ്ടിൽ വീഴും. അപ്പോൾ ഞാൻ പറയുന്നത്, ചങ്കൂറ്റമുള്ള നല്ല നല്ല ആൾക്കാരെ നമ്മൾ വിജയിപ്പിച്ചു വിടണം. നോക്കുക, ഷാഫി പറമ്പിൽ വിജയിച്ചു. ആദ്യം പാർലമെന്റിൽ പോയപ്പോൾ എന്ത് ചെയ്തു? പ്രവാസികൾക്ക് വേണ്ടി. ഷാഫി പറമ്പിലിനറിയാം വടകരയിൽ ഏറ്റവും കൂടുതലുള്ളത് പ്രവാസികളാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ വോട്ടിൽ നിന്ന സമയത്ത് പ്രവാസികൾ, അത് നമുക്ക് കണ്ടതാണ്, ലൈനിലായിട്ട് ഫ്ലൈറ്റിലൊക്കെ നമ്മുടെ പ്രവാസികൾ വന്നത്. അപ്പോൾ ആദ്യമേ ഒരു കാര്യം പാർലമെന്റിൽ ഷാഫി പറമ്പിൽ പറയുന്നു, അതായത് പെരുന്നാൾ സമയത്തും ഓണ സമയത്തും ക്രിസ്മസ് സമയത്തും ഫ്ലൈറ്റിന്, അതായത് ടിക്കറ്റ്, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, ഞാനുള്ളത് സൗദി അറേബ്യയിലാണ്. ഇപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ 600 റിയാലാണ് ഇപ്പോഴത്തെ ടിക്കറ്റ്. പിന്നെ പെരുന്നാൾ സമയത്തും ക്രിസ്മസ് സമയത്തും ഓണ സമയത്തും വിഷു സമയത്തും നല്ല രീതിയിൽ ഉയരുകയാണ്. 600 റിയാലുള്ള ടിക്കറ്റ് നല്ല സമയത്ത് 1200, 3000, 4000 വരെ റിയാലിലേക്ക് എത്തുന്നുണ്ട് ടിക്കറ്റ്. അപ്പോൾ നമ്മളെ, അതായത് ഇത്തരത്തിലുള്ള കൺട്രികൾക്ക് അറിയാം നമ്മൾ, അതായത് പ്രവാസികളായ മലയാളികളും എല്ലാവരും നാട്ടിലേക്ക് പോകുന്നത് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉള്ള സമയത്താണ്. അപ്പോൾ നല്ല രീതിയിൽ ടിക്കറ്റ് എടുക്കും, നമ്മൾ പൈസ ചെലവാക്കി പോവുകയും ചെയ്യും. അപ്പോൾ വിമാന കമ്പനികൾക്ക് അതാണ് ലാഭം. അപ്പോൾ ഷാഫി പറമ്പിൽ പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള കൊള്ളയടി നിർത്തണം. എല്ലാ സമയത്തും, അതായത് പെരുന്നാളിന്റെ സമയത്തും ക്രിസ്മസ് സമയത്തും ഓണ സമയത്തും ടിക്കറ്റ് സെയിം ആയിട്ടുള്ള ടിക്കറ്റ് ചെയ്യണമെന്നാണ് ഷാഫി പറമ്പിൽ അന്ന് അവതരിപ്പിച്ചത്. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയാണ് ഷാഫി പറമ്പിൽ അവിടെ സംസാരിക്കുന്നത്. ചില ആൾക്കാരുണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യും. ഞാൻ അത് ഉദാഹരണം, എൻ്റെ നാട്ടിൽ MP ആയിട്ടുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അപ്പൊ ഞാൻ പറയുകയാണ്, വോട്ടിന്റെ സമയത്ത് അത് ചെയ്യാം, ഇത് ചെയ്യാം, മറ്റത് ചെയ്യാം, മറിച്ച് ചെയ്യാം ഒക്കെ പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ടായിട്ട് ഒരു പരിപാടിയും ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ നല്ലതിൽ വികസിപ്പിക്കുന്നു, പക്ഷെ ഇതുപോലത്തെ സ്പീച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എൻ്റെ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഞാനുള്ളത് ഒരു സൈഡിലല്ല. ഇപ്പോൾ ഷാഫി പറമ്പിലും രാജ്മോഹൻ ഉണ്ണിത്താനും UDF ആണ്. അപ്പൊ ഷാഫി പറമ്പിൽ UDFന്റെ ഒരു കാൻഡിഡേറ്റായി നല്ലത് പറയുമ്പോൾ ഞാൻ നല്ലത് പറയും. നാളുകളിൽ BJP ആയാലും LDF ആയാലും ആരായാലും നല്ലത് പറഞ്ഞാൽ ഞാൻ നല്ലത് തന്നെ പറയും. ഒരു പ്രത്യേക പാർട്ടിക്ക് ഒന്നിനുമല്ല സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, എലക്ഷൻ വരാൻ പോവുകയാണ്, ചങ്കൂറ്റമുള്ളവരെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.